സായി രാജാവ് ശ്രീധുവിനെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് എല്ലാവർക്കുമായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തൊരു ടാസ്ക്കാണ് നാട്ടുരാജാവ്. സീസൺ 4 നമ്മുടെ മലയാളത്തിലെ സീസൺ 4 ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. നമ്മുടെ റോബിനൊക്കെ ഔട്ടായ ഒരു ടാസ്ക് ഉണ്ടല്ലോ റിയാസ് രാജാവായിട്ടിരിക്കുമ്പോൾ, അതേ ഒരു സെയിം ടാസ്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു ഇച്ചിരി മാറ്റങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഒത്തിരി ആൾക്കാരുള്ളപ്പോഴാണ് ഈ ടാസ്ക് കൊടുക്കേണ്ടത്. അപ്പോഴേ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. ഈ സമയം നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന സമയമല്ല. നമുക്ക് കണ്ടിരിക്കാൻ രസമുണ്ടെങ്കിലും നമ്മൾ 75-80 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ടൈറ്റ് കോമ്പറ്റീഷൻ, ഇവരുടെ മൈൻഡ് ഗെയിം, അതാണ് നമ്മൾ നോക്കുന്നത്. അതുവരെയാണ് നമ്മൾ എൻ്റർടൈൻ ചെയ്യുക. ആദ്യത്തെ ഒരു 50-60 ദിവസം വരെ നമ്മൾ എൻ്റർടൈൻ ചെയ്ത് പിന്നെ അങ്ങോട്ട് നമ്മളിത് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത്, ഇവരുടെ പ്ലാനിങ്ങുകൾ, ഇവർക്ക് അത് ചെയ്യണം. ഈ പറഞ്ഞ പണപ്പെട്ടിയുടെ ടോക്ക് നമുക്ക് ബോറായിട്ട് തോന്നത്തില്ല. കാരണം ഇത് സീസൺ തീരുമ്പോൾ അതിൻ്റെ എൻഡിൽ വരുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിനകത്ത് അവർ എപ്പോഴും പണപ്പെട്ടി എന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ടാണ് നമുക്ക് ബോർ വന്നത്. കഴിഞ്ഞ തവണ പറഞ്ഞ കണക്ക് പണപ്പെട്ടിയുടെ കാര്യം ഷിജു മാരാർ ചർച്ച ചെയ്തു. അതൊന്നും നമുക്ക് ബോറടിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ്? അതൊക്കെ വരാനുള്ള സാധനങ്ങളാണ്. ഇത് വീണ്ടും പഴയ ലെവലിലോട്ട് ടാസ്കുകൾ കൊടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചിരിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ടാസ്ക് കൊടുത്ത് നമ്മൾ ചിരിച്ചാലും നമ്മുടെ മൈൻഡിൽ ആ ഫിനാലെ അടുക്കാറായല്ലോ, അതിൻ്റെ ഒരു ചൂടില്ലല്ലോ എന്നുള്ള ഒരു ലെവലാണ്. എന്താണ് ആ ടാസ്ക്, എന്തൊക്കെയാണ് ആ ടാസ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ലൈവിൽ എന്താണ് നടക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അങ്ങനെ ടാസ്ക് കൊടുക്കുന്നു. നാട്ടുരാജാവ് എന്നാണ് ടാസ്കിൻ്റെ പേര്. എല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ രാജാവായിട്ട് സെലക്ട് ചെയ്യുക. ആ രാജാവിന് കഴുത്തിലിടാൻ താക്കോലിൻ്റെ ലോക്കറ്റുള്ള ഒരു മാലയും കയ്യിൽ പിടിക്കാൻ ഒരു ദണ്ടും കൊടുക്കും. കഴുത്തിലുള്ള മാല നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രാജാവിന് പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. രാജാവ് ഊമയായിരിക്കും. കയ്യിലുള്ള ദണ്ടാണ് നഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ രാജാവിന് പിന്നെ നടക്കാൻ പറ്റത്തില്ല. പ്രജകളെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോവേണ്ടി വരും. അതേസമയം ഇത് രണ്ടും നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആരാണോ ഇത് രണ്ടും കൈക്കലാക്കുന്നത് അവർ അടുത്ത രാജാവായിട്ട് മാറും. രാജാവിന് 5 നിയമങ്ങൾ വയ്ക്കാം. രാജാവിനെ മുഴുവൻ അടക്കി ഭരിക്കാം. എല്ലാം അങ്ങനെ വളരെ എൻ്റർടൈനിങ് ആണ്. മോശമൊന്നുമല്ല. അത്യാവശ്യം വലിയ വെറുപ്പീരൊന്നുമില്ല. നല്ല ലെവലിൽ സായി അത് മാനേജ് ചെയ്യുന്നുണ്ട്. വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കരുത്, നിങ്ങൾ സംസാരിക്കൂ, അതുണ്ടാക്കൂ ഇതുണ്ടാക്കൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ശ്രീധു അവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നിട്ട് അർജുൻ ശ്രീധുവിന് കൊടുക്കുമ്പോൾ രാജാവ് ഇവൾ ഭക്ഷണം മോഷ്ടിച്ചു വന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ശ്രീധുവിനെ പിടിച്ച് ജയിലിലടച്ച് ശ്രീധു കടന്ന് ജയിലിൽ ചാടാൻ നോക്കുന്നു. അപ്പോൾ അർജുൻ അങ്ങോട്ട് വരുന്നു. അപ്പോൾ ഈ സാധനം തട്ടിപ്പറിക്കുമ്പോഴേ ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അത് എപ്പോഴും നമുക്കറിയാം. ആ സീസൺ 4 റോബിൻ റിയാസിൻ്റെ സാധനം തട്ടിപ്പറിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ 2 കണ്ടസ്റ്റൻസ് തമ്മിൽ അവിടെ ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യർക്കും ഇല്ല. അതായത് ഇവർക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നമുക്കറിയായിരുന്നു ഒരാൾ ജയിക്കും, മാരാറ് ജയിക്കും എന്ന് എല്ലാവർക്കും അറിയാം. മാരാറ് ജയിച്ചോട്ടെ, നമുക്ക് സെക്കൻഡോ തേർഡോ ഒക്കെ മതി എന്നുള്ള ഒരു ലെവലിലിരുന്നു. പക്ഷെ ഇത്തവണത്തെ ഒരു പ്രത്യേകത, എല്ലാവർക്കും ആരോ ഒരാൾ ജയിക്കും. മനസ്സിലായില്ലേ? ഞാനും ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ആ മൈൻഡാണ്. എന്ന് വെച്ച് ഞാൻ ജയിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ലെവലാണ്. സാധാരണ 70-80 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും 2 കണ്ടസ്റ്റൻസ് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ നമ്മൾ കാണുന്ന സംഭവം അല്ലേ. സീസൺ 2, 3 ഒക്കെ നമ്മൾ തുടക്കം മുതലേ നമ്മൾ കണ്ടുവന്ന ഒരു സംഭവം തന്നെയാണ്. 4 റിയാസ് റോബിൻ അല്ലേ, റോബിൻ ഒരു വശത്ത്, റിയാസും ജാസ്മിനും ഒരു വശത്ത്, അങ്ങനെയല്ലേ അവസാനം വന്നത്. പിന്നെ സീസൺ 5 മാരാർ ഒരു വശത്ത്, ജുനൈസും ശോഭ ഒരു വശത്ത് അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു എനിമിറ്റി ആണെങ്കിലും അതൊരു വൃത്തികെട്ട ഒരു എനിമിറ്റി അല്ല, ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു എനിമിറ്റി. നമുക്കൊരു ഗെയിം ആകുമ്പോൾ ഉറപ്പായിട്ട് ഒരു ഒപ്പോണൻ്റ് ഉണ്ടാവത്തില്ലേ. അപ്പോൾ ഒരു ഒപ്പോണൻ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും ഒരു ഒപ്പോണൻ്റ് അല്ല. ഒരു കണ്ടസ്റ്റൻറ്റിനും മറ്റൊരു കണ്ടസ്റ്റൻറ്റിനും ഇവിടെ ഒപ്പോണൻ്റ് അല്ല. ഒപ്പോണൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ സായിയെ തോൽപ്പിക്കാനോ സായിയുടെ മാല തട്ടിപ്പറിക്കാനോ ഒക്കെ ഉള്ള സ്പിരിറ്റും അതിനുള്ള പ്ലാനും വരത്തുള്ളൂ. ഇവിടെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 10 കണ്ടസ്റ്റൻറ്റ്, ഇപ്പോൾ സായി രാജാവായിട്ട് നിൽക്കുകയാണെങ്കിൽ സായിക്ക് ഓപ്പോസിറ്റ് ഒരു കണ്ടസ്റ്റൻറ്റ് നിന്ന് കഴിയും. സായിക്ക് ഓപ്പോസിറ്റായിട്ട് ആ വീട്ടിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാല തട്ടിപ്പറിക്കാനൊക്കെ ഒരു സ്പിരിറ്റൊക്കെ കാണിക്കത്തുള്ളൂ. ഇവിടെ ആര്? അഭിഷേക് ഉണ്ട്, തട്ടിപ്പറിക്കുമോ? ഫ്രണ്ട്. ഋഷി ഫ്രണ്ട്, ജിൻഡോ ഫ്രണ്ട്, അർജുൻ ഫ്രണ്ട്, നോറ ഒന്നിനും വയ്യ, ശ്രീധു ഫ്രണ്ട്, ജാസ്മിൻ ഫ്രണ്ട്, സിജോ ഫ്രണ്ട്. ആര് തട്ടിപ്പറിക്കും? ആരും തട്ടിപ്പറിക്കൂല.
ഇനി തട്ടിപ്പറിച്ചതൊക്കെ ഇന്നലെ നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പ്രൊമോയിൽ സിജോ രാജാവട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊരു ഫണ്ണ് ലെവലിലേക്ക് പോകും. സീസൺ 4 പോലെ തട്ടിപ്പറിക്കും, അത് പിടിച്ച് മര്യാദയ്ക്ക് തിരിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആ ഒരു വൈബ്. അവിടെ ഫിസിക്കൽ അറ്റാക്ക് നടന്നതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല സീസൺ 4 പക്ഷേ ഈ പറഞ്ഞ പോലെ റിയാസ് അന്നേരം പോയി ചോദിക്കുമ്പോൾ എവിടെ എൻ്റെ മാലതാ മര്യാദയ്ക്ക് അതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി ചോദിക്കുമ്പോഴാണ് ആ ഒരു സ്പിരിറ്റ്, ആ ഒരു ഗെയിം എൻ്റർടൈൻ ആവുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ആ ഗെയിം എൻ്റർടൈൻ ആവത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിപ്പോൾ ഒരു രസമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എനിമിറ്റി ഇവരുടെ ഇടയിൽ ഒരു നമുക്കെതിരെ നിൽക്കുന്നവർ നമ്മുടെ ഒപ്പോണൻ്റ് ആണെന്നുള്ളൊരു ഫീൽ ഇവർക്കില്ല. കഴിഞ്ഞ സീസണിൽ അവർക്കറിയാം നമ്മൾ ജയിക്കൂല എന്നുള്ളത് കൊണ്ട് ഒരാളെ പൊക്കി പിടിച്ച് വെച്ചെങ്കിൽ ഇത്തവണ ആരൊക്കെയോ ജയിക്കും, നമ്മൾ അതിന് വേണ്ടി ഇനി ഒന്നും പറയാനൊന്നും പോകണ്ട എന്നുള്ളൊരു മൈൻഡാണ് എല്ലാവർക്കും. എനിക്കതാണ് പേഴ്സണലി ഇതിൽ നിന്ന് മനസ്സിലായ ഒരു സാധനം. അതാണ് ഇതൊക്കെ മേലെ വന്ന ഒരു സംഭവം. എനിക്ക് ഈ ഒരു ടാസ്കിൽ നിന്ന് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങോ ഭയങ്കര മറ്റേ വലിയ വലിയ സംഭവങ്ങളായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ 70-80 ദിവസം വരുമ്പോൾ കൊടുക്കാനുള്ളൊരു സംഭവമല്ല. അഥവാ ഈ ടാസ്ക് വരികയാണെങ്കിലും ഭയങ്കര മൈൻഡ് ഗെയിമും അവിടെ അവസാന നിമിഷത്തിന് ഞാൻ കപ്പടിക്കും എന്ന് ഒരു മനുഷ്യർക്കും അവിടെയുള്ള ആ വീട്ടിലുള്ള ഒരാൾക്കും ഞാൻ കപ്പടിക്കും എന്ന് എല്ലാവരുടെയും മുഖത്തേക്ക് പറയാനുള്ള ഒരു ഗട്സ് പോലും ഇല്ല. എല്ലാവരും കണക്കാണ്, ഒരാളുടെ പേരല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗട്സ് ഇല്ലാതെ, എനിമിറ്റി ഇല്ലാതെ, ഒരു ഒപ്പോണൻ്റ് ഇല്ലാതെ ഇവർ കളിക്കുമ്പോൾ ഇവർക്ക് എന്തൊരു ടാസ്ക് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാലും ഇവർക്ക് അതിനകത്ത് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ പെർഫോം ചെയ്താലും ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാതെ ഇവർ പെർഫോം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഈസ് നോട്ട് എ പ്ലാറ്റ്ഫോം ഫോർ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല. നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് പറയാം, നമുക്ക് നമ്മുടെ ഒപ്പോണൻസിനെ കണ്ടെത്താം, അവർക്കെതിരെ നമ്മൾ സംസാരിക്കണം. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഒപ്പോണൻ്റ് ഇല്ല. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇവർക്ക് ഒപ്പോണൻ്റ് എന്ന് പറയുന്ന സാധനമില്ല. ഇവരില്ല ഈ എല്ലാവരോടും ഇരുന്നില്ല ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പ ആ വൈബിലിരിക്കുന്ന ഇവർ. പ്രത്യേകിച്ച് ഇത് ഫുള്ള് യൂത്താണ്. നമുക്കറിയാം ഈ ബിഗ് ബോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെ യൂത്ത് വന്നിട്ടുള്ള യൂത്ത്. 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാം ഈ പറയുന്ന 35-35നകത്ത് ഇപ്പുറത്തുള്ളവരാണ്, 35-ന് മുൻപേ. അപ്പോൾ അവർക്ക് അതിനായിട്ടുള്ളൊരു യൂത്ത് നമുക്കറിയാം 2 പേരാണ് ഈ സീസണിൽ കല്യാണം കഴിച്ചുണ്ടായിരുന്നത്. ഇപ്പം ഫാമിലി വീക്ക് വന്നപ്പോൾ അതിന് മുമ്പേ യമനെ ശ്രീരേഖയും ശരണ്യൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ യൂത്താണ്. അപ്പോൾ യൂത്തിന് ഈ പറഞ്ഞ കണക്ക് ഇപ്പോഴത്തെ നമ്മുടെ യൂത്ത് നമുക്ക് തന്നെ അറിയാമല്ലോ എങ്ങനെയാണ്, ചില്ല് വൈബ് സെറ്റ്. അപ്പോൾ ഇവർക്കായി പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവം. ചിലപ്പോൾ സായി 5 ലക്ഷം എടുത്തു പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ്. സായിക്ക് 2 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ലേ 5 ലക്ഷം, പിന്നെ എന്തിനാ സായി അത് എടുക്കുക? അപ്പോൾ ഞാനും അത് ചിന്തിച്ചു. ഡെയിലി പേയ്മെൻറ്റും അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തിനായിരിക്കും അത് എടുത്തത്? അപ്പം ഒത്തിരി പറഞ്ഞ കണക്ക് യൂത്തിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ ഈ സീസണുണ്ട്. ഒരു മിക്സ്ചർ ഓഫ് കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാലേ അവിടെ ഒരു ഗെയിം നടക്കത്തുള്ളൂ. പല ഡിഫറെൻറ്റ് ജനറേഷൻസിലുള്ള ആൾക്കാർ വരണം, അപ്പോഴേ പല ചിന്താഗതികൾ വരത്തുള്ളൂ. ഇത് ഫുള്ള് യൂത്ത് ആകുമ്പോൾ അവരുടെ ചിന്ത ഒരേ വൈബാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഗെയിം പോകത്തില്ല. ഗെയിം അങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കും. ഇതാണ് എനിക്ക് ലൈവ് ഇത് മനസ്സിലായ സാധനം. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.